ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീദേവി പറയും, ഈ ജാസ്മിനെ ഇവിടെ ഇങ്ങനെ നിർത്തിയാൽ ശരിയാവില്ല, അതിനൊരു പരിഹാരം കാണണം. ഇവളെ ഉടനെ കല്യാണം കഴിപ്പിച്ച് വിടണം വിശാലേട്ടാ. അപ്പൊ വിശാൽ പറയും, അത് ശ്രീദേവി പറഞ്ഞത് ശരിയാണ്, ജാസ്മിനെ ഇനി ഇവിടെ ഇങ്ങനെ നിർത്തുന്നില്ല, കല്യാണ മണ്ഡപം വരെ പോയതല്ലേ, ഇവളുടെ വിവാഹം ഉടനെ നടത്തണം. ഇത് കേൾക്കുമ്പോൾ ജാസ്മിൻ ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ ശ്രീദേവി പറയും, ഗുഡ് ഡിസിഷൻ വിശാലേട്ടാ. പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ശ്രീദേവി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയാണ്. അപ്പോഴാണ് അവിടേക്ക് ശേഖരം വരുന്നത്. അപ്പോൾ ശ്രീദേവി ചോദിക്കും, ഇതാരാണ്? അപ്പോൾ പാർവതി പറയും, ഇതാണ് ചന്ദ്രശേഖർ, ആരാരും ഇല്ലാത്ത ഒരു പാവമാണ്, മുത്തശ്ശൻ ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ശേഖരൻ മനസ്സിൽ പറയും, നിന്നെ എനിക്കറിയാം മോളെ, നീ ലളിതാദേവിയുടെ മകളല്ലേ, കണ്ടതിൽ വലിയ സന്തോഷം. അതേപോലെ ശ്രീദേവി മനസ്സിൽ വിചാരിക്കും, എനിക്കറിയാം നിങ്ങൾ ഇവിടെ എന്തിനാണ് വന്നതെന്ന്, നിങ്ങളുടെ ദൗത്യം വേഗം സഫലമാകട്ടെ, ഞാനും പ്രാർത്ഥിക്കാം എന്ന് മനസ്സിൽ പറഞ്ഞതുകൊണ്ട് ശ്രീദേവി എല്ലാവരുടെ യാത്ര പറഞ്ഞ് അവിടുന്ന് കാറിൽ കയറി പോവുകയാണ്. പിന്നെ കാണിക്കുന്നത്, ജാസ്മിൻ വന്ന് സുശീലോട് പറയും, ഈ കമ്മലൊന്ന് അഴിച്ചു തരാൻ സഹായിക്കൂ ആൻറ്റി. എന്നിട്ട് പറയും, ഒരെണ്ണം ഞാൻ അഴിച്ചു, പക്ഷേ ഇത് അഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് ആ അഴിച്ചൊരു കമ്മല് ടേബിളിൽ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ സുശീല ജാസ്മിൻ്റെ മറ്റേ കാതിലെ കമ്മല് അഴിക്കാൻ നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കും, നീ ജിമിക്കൊന്നും ഇടാറില്ലല്ലോ, ഇന്നെന്താ ജിമിക്കോടൊരു പ്രേമം? അപ്പോൾ ജാസ്മിൻ പറയും, വെറുതെ ഒരു രസത്തിന് ഇട്ട് നോക്കിയാണ്, ഓൾഡ് സ്റ്റോക്കാണ്. അപ്പോഴാണ് പാർവതി കോഫി കൊണ്ട് അവിടെ ടേബിളിൽ വെക്കുന്നത്. ടേബിളിലിരിക്കുന്ന കമ്മൽ കണ്ട് പാർവതി ഒന്ന് ഞെട്ടാണ് കേട്ടോ. എന്നിട്ട് ആ കമ്മലെടുത്ത് കൈ പിടിച്ചിട്ട് മനസ്സിൽ പറയും, ഇത് കാണാതെ പോയോ, എൻ്റെ ജിമിക്കാണല്ലോ, ഇതെങ്ങനെ ജാസ്മിൻ്റെ കയ്യിൽ വന്നു? പാർവതിയുടെ കയ്യിലെ കമ്മൽ കാണുമ്പോൾ സുശീല പാർവതിയോട് ചോദിക്കും, നീ എന്തിനാ അത് എടുത്തു നോക്കുന്നത്, അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണോ? പാർവതിയുടെ കയ്യിലെ കമ്മലിരിക്കണ കാണുമ്പോൾ ജാസ്മിൻ ആകെ പേടിയാവാണ് കേട്ടോ. ജാസ്മിൻ മനസ്സിൽ പറയും, ഓ ഗോഡ്, അവളത് തിരിച്ചറിഞ്ഞു എന്നാ തോന്നുന്നത്, കുഴപ്പമാകുമല്ലോ, ഞാനിപ്പോൾ കള്ളിയാകുമല്ലോ. അപ്പോൾ പാർവതി പറയും, ഇതെൻ്റെ ജമിക്കാണ്. അപ്പോൾ സുശീല പറയും, നിന്റെ ജമിക്കോ? അതിവിടെ വെച്ചിട്ടേ നിന്റെ പണി പോയി നോക്ക പാർവതി, വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അപ്പോൾ പാർവതി പറയും, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ പറഞ്ഞതല്ല, ഇതെൻ്റെ ജിമിക്ക് തന്നെയാണ്, പഴയ വീട്ടിൽ വെച്ച് ഇത് കാണാതെ പോയതാണ്. അപ്പോൾ സുശീല പറയും, പഴയ വീട്ടിൽ കാണാതെ പോയതേ ഇവിടെയല്ല അന്വേഷിക്കേണ്ടത്, അത് അവിടെ പോയി അന്വേഷിക്കണം. അപ്പോൾ പാർവതി പറയും, ഞാൻ അത് അവിടെ എല്ലായിടത്തും നോക്കിയതാണ്, കണ്ടില്ല. അപ്പോൾ ജാസ്മിൻ ചോദിക്കും, അതിനിപ്പോൾ എന്ത് വേണം എന്നാണ് നീ പറയുന്നത്? ഇതേ അരചക്രത്തിൻ്റെ മുക്കുവണ്ടൊന്നുമല്ല, തനി തങ്കമാണ്, തങ്കം. അപ്പോൾ പാർവതി പറയും, ഇത് തങ്കമൊന്നുമല്ല, സ്വർണ്ണമാണ്, 1/2 പവൻ്റെ സ്വർണം, രണ്ടും കൂടെ 1 പവൻ, എൻ്റെ അമ്മ എനിക്ക് വാങ്ങി തന്ന ജിമിക്കാണിത്. അപ്പോഴേക്കും അവിടേക്ക് വിശാലും ഗാർഗിയും പ്രഭാവതിയും പ്രതാപനൊക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ ജാസ്മിൻ ചോദിക്കും, നിന്റെ ജിമിക്ക് ഞാൻ മോഷ്ടിച്ചു എന്നാണോ നീ പറയുന്നത്? എന്നിട്ട് പ്രഭാവതിയോട് പറയും, ഈ പാർവതിയെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആൻറ്റി, ഇവൾ പറയുന്നത് കേട്ടോ, ഇവളുടെ ജിമിക്ക് ഞാൻ മോഷ്ടിച്ചുവെന്ന്. അപ്പോൾ പാർവതി പറയും, നീ മോഷ്ടിച്ചുവെന്ന് ഞാൻ പറഞ്ഞില്ല, ഇത് എൻ്റെ കമ്മലാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഗാർഗി പറയും, പാർവതിയുടെ ഒരു ജിമിക്ക് കാണാനില്ല എന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ കമ്മലെ അവൾക്ക് കണ്ടെന്താ തിരിച്ചറിയില്ലേ? അപ്പോൾ പ്രഭാവതി പറയും, പാർവതി, നിന്റെ ഒരു കമ്മൽ കാണാതെ പോയെന്ന് ഗാർഗിയും നീയും പറയുന്നു, ജാസ്മിൻ്റെ കയ്യിൽ 2 ജിമിക്കുണ്ട്, അപ്പോൾ നിന്റെ കയ്യിലിരിക്കുന്ന ഒരു ജിമിക്ക് എവിടെ, അത് പോയി എടുത്തിട്ട് വാ. അപ്പോൾ പാർവതി പറയും, ഒരെണ്ണം ഉദയന്നൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ അന്ന് നഷ്ടപ്പെട്ടു പോയി, അതിലൊന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ്, ആ കമ്മലാണിത്, എനിക്കത് ഉറപ്പാണ്. അപ്പോൾ സുശീല പറയും, ഈ കാണുന്ന സ്വത്ത് മുഴുവൻ നിന്റെ പേരിലല്ലേ ഉള്ളത്, എന്നിട്ട് ജാസ്മിൻ്റെ ഈ മുതൽ കൂടെ തട്ടിയെടുക്കാൻ നിനക്ക് നാണമില്ലേ? അപ്പോൾ പാർവതി പറയും, ഉദയന്നൂർ അമ്മയാണ് സത്യം, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഇത് എൻ്റെ ജിമിക്ക് തന്നെയാണ്. അപ്പോൾ ഗാർഗി പറയും, ഇതിൽ കൂടുതൽ സത്യം പാർവതിയിൽ നിന്നുണ്ടാവില്ല എന്നിവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം, പിന്നെ എന്താ ഒരു സംശയം? അപ്പോൾ സുശീല പറയും, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ തലയിടരുത് ഗാർഗി. അപ്പോൾ വിശാലെ ആ കമ്മല് പാർവതിയുടെ കയ്യിൽ നിന്ന് വാങ്ങാണ് കേട്ടോ. എന്നിട്ട് ഉദയന്നൂർ വെച്ച സംഭവമൊക്കെ വിശാൽ ഓർക്കുകയാണ്. എന്നിട്ട് ജാസ്മിനോട് ചോദിക്കും, ഉദയന്നൂർ ക്ഷേത്രത്തിൽ വെച്ചല്ലേ നിന്റെ കമ്മൽ നഷ്ടപ്പെട്ടു എന്ന് നീ എന്നോട് പറഞ്ഞത്? അപ്പോൾ ജാസ്മിൻ പറയും, അതേ വിശാൽ, ആ ജിമിക്കിയാണ് വിശാലിന് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ പാർവതി ചോദിക്കും, വിശാൽ സാറിന് അവിടെ വെച്ച് കിട്ടിയതേ നിന്റെ ജിമിക്കാണെന്നാണോ നീ പറയുന്നത്? അപ്പോൾ ജാസ്മിൻ പറയും, അത് തന്നെയല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞത്, നീ ഇനി തിരിച്ചും മറിച്ചും പറഞ്ഞ് കേൾക്കുന്നവരെ കൺഫ്യൂഷൻ ആക്കല്ലേ. അപ്പോൾ പ്രഭാവതി വിശാലിനോട് ചോദിക്കും, ഈ ജിമിക്കല്ലേ നീ നിന്റെ ലക്കി ജിമിക്കായി കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നത്? അപ്പോൾ വിശാൽ പറയും, അതെ അമ്മേ, ഇത് തന്നെയാണത്, എൻ്റെ ജീവൻ രക്ഷിച്ച ജിമിക്കി. ഈ ജിമിക്കി ജാസ്മിൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയതാണ്, ഇതിൻ്റെ ജോഡികളിലൊന്ന് ജാസ്മിൻ എന്നെ കാണിച്ചതാണ്. അപ്പോൾ പ്രതാപൻ പറയും,
കള്ളം പറയുന്ന ആരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ചേച്ചി? ഇനിയിപ്പോ ഇതിനുള്ള ശിക്ഷ വിധിച്ചാൽ മതി. ഇവളെ എന്താ ചെയ്യേണ്ടതെന്ന് ചേച്ചി പറ. അപ്പൊ പാർവതി വിശാലിനോട് പറയും, വിശാൽ സാറെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഉദയന്നൂർ ക്ഷേത്രത്തിൽ വെച്ച് നഷ്ടപ്പെട്ട എന്റെ ജിമിക്കിയാണ് സാറിന് കിട്ടിയത്. അതിനൊപ്പം ഉണ്ടായിരുന്നതാണ് ഇപ്പൊ കാണാതെ പോയത്. അപ്പൊ വിശാൽ പറയും, ഈ വീട്ടിൽ എല്ലാ ദിവസവും കാണും ഇതുപോലത്തെ ഓരോ പ്രശ്നങ്ങള്. നാളെ എന്റെ അമ്മയുടെ ആണ്ടാണ്. ആ ദിവസമെങ്കിലും ആരും ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഈ ജിമിക്ക് പ്രശ്നത്തിന് ഞാനൊരു സൊല്യൂഷൻ പറയാം. എന്റെ കയ്യിൽ നിന്ന് ജാസ്മിൻ വാങ്ങിയ കമ്മൽ ഞാൻ തിരിച്ചെടുക്കുകയാണ്. ഞാനിത് പാർവതിക്ക് ഗിഫ്റ്റായി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ജിമിക്ക് വിശാൽ പാർവതിക്ക് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പറയും, ഇപ്പൊ ജാസ്മിന്റെ കയ്യിൽ ഒരെണ്ണം, പാർവതിയുടെ കയ്യിൽ ഒരെണ്ണം. രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് മിസ്സായി തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ശേഖരൻ പറയും, വിശാൽ സാർ ചെയ്തതാണ് ശരി. ഇനി ഇതിനെ ചൊല്ലി ഒരു തർക്കം ഇവിടെ വേണ്ട. ഇത് കേൾക്കുമ്പോൾ ജാസ്മിൻ ശേഖരനോട് ചോദിക്കും, നിങ്ങളോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? അതെങ്ങനെ ശരിയാവും? എൻ്റെ ജിമിക്ക് എനിക്ക് തന്നെ വേണം. അപ്പോൾ ഗാർഗി പറയും, സത്യം പറഞ്ഞാൽ 2 ജിമിക്കിയും പാർവതിയുടെ തന്നെയാണ്. വിശാൽ ബ്രോ അതിലൊന്ന് തന്നെയാണ് അവൾക്ക് ഗിഫ്റ്റായി കൊടുത്തത്. അപ്പോൾ പാർവതി ആ ജിമിക്ക് ജാസ്മിന് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇത് നീ തന്നെ വെച്ചോ. ഒരു ജിമിക്ക് കയ്യിൽ വെച്ചിട്ട് നമുക്ക് 2 പേർക്കും ഒരു പ്രയോജനവുമില്ല. വിശാൽ സാറിനെ രക്ഷിച്ച ഈ ജോഡികളെ പിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഇത് നിനക്ക് തരികയാണ്. ജീവനില്ലെങ്കിലും അത് ഒരുമിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഐശ്വര്യം. മാത്രമല്ല, വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളുടെ കയ്യിൽ ഏത് ആഭരണവും പൂർണ്ണ രൂപത്തിൽ ഇരിക്കണം എന്ന് പറഞ്ഞ് ആ ജിമിക്ക് ജാസ്മിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഗാർഗി പറയും, ഇതാണ് പാർവതി. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഇവൾക്ക് മാത്രമേ കഴിയൂ. അപ്പൊ ശേഖരൻ പറയും, നിന്റെ ഈ വലിയ മനസ്സ് കാണാൻ മോളെ കണ്ണു മാത്രം പോരാ, കളങ്കമില്ലാത്ത ഒരു ഹൃദയം കൂടെ വേണം. അപ്പൊ പ്രഭാവതി പറയും, 2 പേർക്കും കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ? ആ സ്ഥിതിക്ക് ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് നാളത്തെ ആണ്ടുബലിയെക്കുറിച്ച് പറയാം. 16 വർഷം നടത്തിയ ചടങ്ങുകളേക്കാൾ ഗംഭീരമായിരിക്കണം ഈ വർഷത്തെ ചടങ്ങുകൾ. അതിന് വേണ്ടതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. പിന്നെ കാണിക്കുന്നത് പ്രഭാവതി എന്തോ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കേട്ടോ. അത് കൊണ്ടുവരുന്ന പ്രതാപൻ ചോദിക്കും, എനിക്കൊരു സംശയം ചേച്ചി, ഈ ഗായത്രി മേഡത്തിന്റെ ആണ്ട് നടത്താൻ ചേച്ചി എന്തിനാ ഇങ്ങനെ ഉത്സാഹിക്കുന്നത്? അപ്പൊ പ്രഭാവതി പറയും, അതിനൊരു കാരണമുണ്ട് പ്രതാപ. കഴിഞ്ഞ ആണ്ടിന്റെ അന്നാണ് പാർവതി ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത്. അന്ന് ഇവിടെ നടന്നത് നിനക്ക് ഓർമ്മയില്ലേ? നമ്മൾ വിശാലിന് വിഷം ചേർത്ത പാല് കൊടുക്കാൻ ശ്രമിച്ചതും അവൾ കാലെടുത്ത് വെച്ചതും ഒരുമിച്ചായിരുന്നു. നമ്മൾ വിശാലിനെതിരെ പ്ലാൻ ചെയ്തതൊന്നും നടക്കാതെ പോയി. അവൾ ഗായത്രിയുടെ ആത്മാവുമായി സംസാരിക്കുന്നത് സത്യമാണോ എന്ന് നമുക്ക് ആദ്യം അറിയണം. നമ്മുടെ പ്ലാനൊക്കെ ഗായത്രിയുടെ ആത്മാവ് അവൾ അറിയിക്കുന്നുണ്ടോ എന്ന് അറിയണം. അപ്പൊ പ്രതാപം പറയും, അതിൽ സംശയിക്കാൻ ഒന്നുമില്ല ചേച്ചി. പാർവതിക്ക് ഗായത്രിയുടെ ആത്മാവുമായിട്ട് ടൈപ്പ് ഉണ്ട്. അത് 100% ഉറപ്പാണ്. നമ്മൾ ഈ സംസാരിക്കുന്നതൊക്കെ ഗായത്രിയുടെ ആത്മാവ് കേൾക്കുന്നുണ്ടാവോ? അതാ ഇപ്പൊ എന്റെ പേടി. അപ്പൊ പ്രഭാവതി പറയും, അങ്ങനെ പേടിച്ചാൽ അതിന് മാത്രമേ സമയം ഉണ്ടാകൂ പ്രതാപ. പ്രഭാവതിയെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഭയപ്പെടുത്താൻ കഴിയില്ല. എല്ലാത്തിനു മുമ്പ് നമുക്ക് ഉറപ്പ് വരുത്തണം അവൾക്കും ഗായത്രിക്കും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന്. അപ്പൊ പ്രതാപൻ പറയും, അത് ഉറപ്പാണ് ചേച്ചി. അവര് കണക്ഷൻ തീർക്കാൻ ഇനിയിപ്പോ എന്താ ഒരു വഴി? അപ്പോൾ പ്രഭാവതി പറയും, അതിനാണ് ഞാൻ ഈ ആണ്ടുപൂജയ്ക്ക് വേണ്ടി ധൃതി കൂട്ടുന്നത്. അന്ന് ഞാൻ എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരും. ആ ഗായത്രിയെ വിളിച്ചു വരുത്തി അവളെ ഞാൻ എന്നേക്കുമായി ബന്ധിക്കും. അതേസമയം പല്ലവി പട്ടണത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.